സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതഹസ്ത്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമന്നാരായണീയത്തിൽ സൃഷ്ടിഭേദങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞു. 10 ദശകത്തിൽ കൊണ്ട് സൃഷ്ടി അവസാനിപ്പിച്ചു. ദശവിധ സൃഷ്ടിയായതുകൊണ്ടാണോ അറിയില്ല, 10 അധ്യായത്തിൽ ദശവിധ സൃഷ്ടി എന്നാണ് പറയുക. അത് 10 അധ്യായത്തിൽ കൃത്യമായിട്ട് കൊണ്ടുവന്നു. 10ാമത്തേതിലേക്ക് എന്ന് പറയാം. ഇവിടുന്ന് അങ്ങടെ കഥകളിലേക്കുള്ള കടക്കലായി. സൃഷ്ടിഭേദവും മഹത്വത്വവും അഹങ്കാരമൊക്കെ കഴിഞ്ഞു. ഭാഗവതത്തിൽ അതന്നെയാണ്. അത് ഭാഗവതം തന്നെയാണ് നാരായണീയം. രണ്ടൊന്നും അല്ല ശരിക്ക്, ഒന്ന് ശരിക്ക് എന്നേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് കഥകളിലേക്ക് കടക്കുകയാണ്. ഇനി ആദ്യം തന്നെ പറയണത് ഹിരണ്യാക്ഷൻ്റെ കഥ. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിട്ട് എങ്ങനെയാണ് ഈ ലോകത്തിൽ 2 സഹോദരന്മാർ ഉണ്ടായത്, അതാണ് പറഞ്ഞു പോണത്. ശ്ലോകം: ക്രമേണ സർഗേ പരിവർദ്ധമാനേ കഥാപി ദിവ്യാസനഗാതയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രപേതിരേ മാരുതമന്ദിരേശ. ഉപജാതി എന്ന് പറഞ്ഞ വൃത്തമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. സൃഷ്ടി വർദ്ധിച്ചു. ആ സൃഷ്ടിനെ ക്രമേണ വർദ്ധിക്കുകയാണ്. ആരംഭിച്ചതായിട്ടുള്ള സൃഷ്ടി അതിൽ കൂടി പടിപടിയായി ഇങ്ങനെ വംശവർദ്ധനവിൽ കൂടെ. ഇതാണ് വിസർഗം. സർഗം 4ാമത്തെ സർഗം മുതൽ കാണാം, 4ാമത്തെ സ്കന്ധം മുതൽ കാണാം. ഇവിടെ സൃഷ്ടിയിൽ കൂടെ വളരുകയാണ്. ബ്രഹ്മദേവൻ്റെ സൃഷ്ടി, പിന്നെ ആ സൃഷ്ടിയിൽ കൂടെ ഉള്ള വർധനവാണ് വിസർഗം എന്നാണ് പറയുക. അത് ബ്രഹ്മാവിനൊന്നും ചെയ്യാനൊന്നുമില്ല. ആദ്യത്തേക്ക് ബ്രഹ്മദേവൻ സൃഷ്ടി, പിന്നെ സൃഷ്ടിയിൽ കൂടെ വംശം വർദ്ധിക്കുന്ന വിധത്തിൽ സൃഷ്ടി വർദ്ധിച്ചു കൊണ്ടിരിക്കെ ഒരു ദിവസം ഈ എല്ലാ സൃഷ്ടികൾക്കും കാരണമുണ്ട് എന്നാണ്. നമ്മളിപ്പോൾ ഈ മനുഷ്യനായിട്ട് വന്നു. ചില ആൾക്കാർ വേറെ ഓരോ പ്രവർത്തിയും ചിലക്കുമ്പോൾ ഭാഗവതം വായിച്ചുകൊണ്ട് അങ്ങനെ കഴിയണു. അതിനും ഒരു കാരണം ഉണ്ടാവും എന്നാണ്. അങ്ങനെ ആവാൻ അദൃശ്യമായിട്ടുള്ള കാരണം കൊണ്ടാണ് ഇവിടെ പലരും പല രീതിയിൽ ആയത്. ദുഷ്ടന്മാരാവാനും കാരണമുണ്ട്, സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ഇവിടെ ദുഷ്ടന്മാരായിട്ടുള്ളവരെ വർണ്ണിക്കുകയാണ്. എങ്ങനെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ദുഷ്ടന്മാരായി. നല്ലതിനും കാരണമുണ്ട്, ചീത്തയ്ക്കും കാരണം. കാര്യം ഉണ്ടെങ്കിൽ കാരണം ഉണ്ടാവും, കാരണമില്ലാണ്ട് കാര്യം ഉണ്ടാവില്ല. അത് കാണിക്കുന്ന വിവരണത്തിൽ കൂടിയാണ് ക്രമം. സൃഷ്ടിക്രമം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ എന്തുണ്ടായി? സനകാദയ കഥാപി ദിവ്യ വൈകുണ്ഠലോകം പ്രഭേതിരേ. സനകാദി മഹർഷിമാർ ഇവരാരാണ്? ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാർ. സൻ പദം കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് ഇവർക്ക് സനകാദികൾ പേര്. ഇത് പ്രത്യേകതയൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വർണ്ണിക്കും. വൃദ്ധാൻ ദശാർത്ഥ വയസാൻ. എന്തൊരു വിശേഷണം നോക്കൂ. ദശം എന്ന് പറഞ്ഞാൽ 10, അതിൻ്റെ പകുതിയോ 5. ഏത് കാലത്തും 5 വയസ്സേ എത്രേ ഇവർക്ക് തോന്നിക്കുള്ളൂ. നന്നായില്ലോ. അങ്ങനെയൊക്കെ ആയാൽ നമ്മൾ 16 വയസ്സുള്ള മാർക്കണ്ഡേയനെ കേട്ടിട്ടുണ്ട്. എന്നും 16 കേട്ടിട്ടേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയൊക്കെ 16ആണ്, എണ്ണും 16. അതിലും അപ്പുറത്തൊരു സംഗതി ഉണ്ട്, എന്നും 5. അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. എന്നാൽ 5 വയസ്സ് തോന്നിക്കലാണ് കേട്ടോ. വയസ്സ് ആർക്കാവാണ്ടിരിക്കുക, അവർക്കും വയസ്സാവുന്നുണ്ട്. എപ്പോൾ ഭൂമിയിൽ വന്ന് നമുക്ക് വയസ്സായിക്കൊണ്ടിരിക്കുക, തോന്നില്ല എന്നർത്ഥം. അതാണ് നമ്മൾ തോന്നിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ തലയിൽ പെയിൻ്റ് അടിക്കണതും അല്ലെങ്കിൽ മുഖത്ത് അത് തേക്കണതും ഇവിടെ തേക്കണതും ഒക്കെ. ഇവർ ഏത് കാലത്തും വൃദ്ധാൻ ദശാർദ്ധ വയസ്സാൻ 10ൻ്റെ പകുതിയായിട്ടുള്ള 5 വയസ്സ് തോന്നിപ്പിക്കുന്നവരും
എന്നാ വൃദ്ധന്മാരാണ്. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വയസ്സായവർ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ ഒരർത്ഥം വൃദ്ധനില്ല. 5 തരത്തിലുണ്ടെന്ന് പറയും. ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് ചോദിച്ചാൽ ഓർമ്മ കിട്ടില്ല. ഒന്ന് ജ്ഞാനവൃദ്ധന്മാർ, ജ്ഞാനം വർദ്ധിച്ചവരെ വൃദ്ധന്മാരെന്ന് പറയാം. ധനം വർദ്ധിച്ചവരെ അങ്ങനത്തെ വൃദ്ധന്മാരെന്ന് പറയാം. അങ്ങനെ എന്താണോ കൂടിയത് എന്ന് വൃദ്ധൻ വർദ്ധിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. വർദ്ധിച്ചതവരൊക്കെ വൃദ്ധന്മാരാണ്. വയസ്സ് മാത്രം ആവണം എന്നില്ല. ജ്ഞാനം വർദ്ധിച്ചവർ ജ്ഞാനവൃദ്ധന്മാർ, വയസ്സാവണം എന്നില്ല. അപ്പോൾ ആ വൃദ്ധൻ അവിടെ വൃദ്ധാൻ ദശാർദ്ധ വയസ്സാന്ന് ഭാഗവതത്തിൽ പറഞ്ഞത് ഈ സനകാദികളെക്കുറിച്ച്. എത്ര പ്രായം കഴിഞ്ഞാൽ കാലം പോയാലും അവർക്ക് 5 വയസ്സേ തോന്നിക്കുള്ളൂ. ദേവന്മാർക്ക് എത്ര കാലം കഴിഞ്ഞാലും 25 വയസ്സാത്രേ തോന്നിക്കുക. പലതരക്കാരുണ്ടല്ലോ ഈ കൂട്ടത്തിൽ. അതിനാണ് ത്രിദശന്മാർ എന്ന് പറയേണ്ടത്. 3 ദശയേ ഉള്ളൂ, വാർദ്ധക്യമില്ല. ചിലപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ജനിച്ചവരൊക്കെ അപ്സരസുകൾ ജനിച്ച ചില ആൾക്കാരൊക്കെ ബാല്യകൗമാരങ്ങളുണ്ടാവാം, പിന്നെ യൗവനവും കഴിഞ്ഞു, വാർദ്ധക്യമില്ല. അതാണ് ത്രിദശന്മാർ. അവിടേക്ക് 25 വയസ്സാണ് ഇന്ദ്രൻ്റെ പരിചാരകന്മാർക്കൊക്കെ എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഈ 5 വയസ്സ് മാത്രം തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലത്തെ ഉപാസനയും സിദ്ധി അവർക്ക് ഉണ്ടാവണം. പറ്റുമോ? അല്ലെങ്കിൽ ചായം തേക്കേണ്ട, മേക്കപ്പ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, തല നരയ്ക്കൂല, വളരൂല, ഒന്നുമില്ല. അവർക്ക് എപ്പോഴും 5 വയസ്സാണ്. അപ്പോൾ അവരാരായിരിക്കാം? ഈശ്വരാംശങ്ങൾ, സംശയിക്കൊന്നും വേണ്ട, ഈശ്വരാംശങ്ങളാണ് അവർ. അല്ലാത്തവർക്ക് അങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ? സദാ ഈശ്വരാംശങ്ങൾ. അവതാരം 22 അവതാരങ്ങളുടെ കൂട്ടത്തിൽ 10 സനകാദികളെ പറയുന്നുണ്ട്. അപ്പം പിന്നെ പറയാനില്ലല്ലോ. ഈശ്വരാംശങ്ങളാവുമ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങളാണ്. അവരാരായിരിക്കണം? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അത്രയും മാഹാത്മ്യമുള്ളതായ സനകാദികൾ എന്ത് ചെയ്തു? മാരുതമന്ദിരേശ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഭവദ്ബിലോകായ വികുണ്ഠലോകം പ്രപേതിരേ, അങ്ങയുടെ വിശിഷ്ട ലോകമായിരിക്കുന്ന വൈകുണ്ഠം ഒന്ന് കാണാനായിക്കൊണ്ട് വന്നു. ഇവർക്ക് എവിടെ വേണമെങ്കിലും പോവാം. പാസ്പോർട്ടോ മറ്റ് കാര്യങ്ങളോ വിസയോ വിസിറ്റിംഗ് ടൈം അനുവദിച്ച് കിട്ടലോ ഒന്നും ആവശ്യമില്ല. കൈലാസത്തിലേക്കാണ് പോകണം തോന്നിയാൽ അവരെ തടയില്ല. അറിവുള്ളവർ തടയില്ല. അറിവില്ലാത്തവർ തടഞ്ഞതിൻ്റെ ദോഷപ്പം നമുക്ക് കാണാം. തടഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈശ്വരനെ തടഞ്ഞാൽ എന്താ ഉണ്ടാവുക? എവിടെ വേണമെങ്കിലും പോവാം. വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ ബ്രഹ്മലോകത്തോ അവരെ ആരും തടയാൻ പാടില്ല, തടയില്ല. അവർക്ക് ആ പേടിയൊന്നുമില്ല. അവരാണ് ചെന്നാൽ തന്നെ വാതിലാണ് തുറന്നു പോകുന്നതാണ്. അപ്പോൾ അത്രയും സിദ്ധന്മാർ, അത്രയും ഈശ്വരാംശങ്ങൾ, അത്രയും മഹിമ ഉള്ളവർ, എത്ര എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹിമാവുള്ള അവർ അങ്ങയുടെ ലോകമായ വൈകുണ്ഠം പ്രഭേതിര്, വൈകുണ്ഠത്തിലൊന്ന് ചെന്നളയാം എന്നങ്ങനെ പറഞ്ഞ് അവിടേക്കാണ് ചെന്നതാണ്. ഒരിക്കൽ അവിടെ ചെന്നെത്തി. ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ആ ശ്ലോകത്തിൽ. കനകാദികൾ വൈകുണ്ഠത്തിലെത്തി ഭഗവാനെ കാണാൻ. എന്തിനാ പോയത്? ഭവത് വിലോകായ, ഭഗവാനെ ഒന്ന് കാണണം. കുറച്ച് നേരം ആ സാന്നിധ്യം അങ്ങനെ അനുഭവിക്കാൻ, ഭഗവാന്റെ അടുത്തിരുന്നിട്ടൊക്കെ മറക്കുക. അതിനു വേണ്ടിക്കൊണ്ട് വൈകുണ്ഠലോകം പ്രപേതിരേ മാരുതമന്ദിരേശ സനകാദയ ഭവത് വിലോകായ പ്രഭേതിരെ, വൈകുണ്ഠം പ്രഭേതിരെ, അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് വന്നു. ക്രമേണ സർഗേ, സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, സർഗേ പരിവർദ്ധമാനേ, വർദ്ധമാനമായ നിമിഷത്തിങ്കൽ സമയത്തിങ്കൽ വർദ്ധിച്ചപ്പോൾ കഥാപി ദിവ്യാ സനകാതയസ്തേ, ദിവ്യന്മാരായിരിക്കുന്ന സനകാദികൾ ഭവത്താണ് വിലോകായ, അങ്ങയെ കാണാനായിക്കൊണ്ട് വികുണ്ഠലോകം പ്രഭേതിരെ, വൈകുണ്ഠലോകത്തിൽ എത്തി. ഇനി അടുത്തത് പറയണു, മനോജ്ഞനെ ശ്രേയസകാനനാഥേർ അനേക വാപി മണിമന്ദിരേശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീത കക്ഷ്യ. ആ വൈകുണ്ഠത്തിനെ കണ്ടല്ലോ അധ്യായം മുഴുവനെ വർണ്ണിക്കുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. എന്തൊക്കെയാണ് പറയണത് നിശ്ചയില്ല അല്ലേ? ഭൃംഗാദിപേ ഹരിപ കഥ ഇവഗായമാനേ, വണ്ടുകളിങ്ങനെ പറക്കുന്നുണ്ട്. ഇത് ശബ്ദം കേട്ടാൽ ഹരികഥ പാടുകയാണ് എന്ന് തോന്നും. ഭക്തന്മാർക്കൊക്കെ ഈശ്വരഭാവത്തിലല്ലേ കാണാൻ പറ്റുക.
ഭൃംഗാധിപന്മാർ ആ വണ്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നു. പുഷ്പങ്ങളുടെ സുഗന്ധം ഇങ്ങനെ വരുന്നുണ്ട്. നല്ല വാപി കൂപ തടാകങ്ങൾ, പുഷ്പവൃക്ഷങ്ങൾ, അല്ലാത്ത വൃക്ഷങ്ങൾ, പക്ഷികൾ, അത്ഭുതങ്ങൾ, സുന്ദരമായിട്ടുള്ള ശബ്ദങ്ങൾ, കർണകഠോരല്ല, കർണാനന്ദകരമായിട്ടുള്ള പക്ഷികളുടെ ശബ്ദം, ഇതെല്ലാം കണ്ട് മുനീശ്വരന്മാർ വൈകുണ്ഠത്തിലേക്ക് പോകുന്ന കഥ വിസ്തരിച്ചിട്ടാണ് 6 അധ്യായ ഭാഗവതത്തിൽ അതിനെടുത്തിരിക്കണം. ചുരുക്കി പറഞ്ഞു, മനോ ഞാനേ ശ്രേയസകാനനേ നിശ്രേയസം എന്ന് പറഞ്ഞ വൈകുണ്ഠത്തിലത്തെ ഉദ്യാനത്തിന് പേര്. ഓരോ സ്ഥലത്തെ ഉദ്യാനത്തിന് ഓരോ പേരൊക്കെ ഉണ്ടാണ്. വൈഭ്രാജകം, ചിത്രരഥം, നന്ദനം, ഇതൊക്കെ സ്വർഗത്തിലത്തെ ഉപവനങ്ങളും തോട്ടത്തിൻ്റെ പേരാ. നന്ദനം, ചൈത്രരഥമൊക്കെ എന്തോ കുബേരൻ്റെ, അങ്ങനെ ഓരോരുത്തരും ഓരോ പേരുണ്ട്. ചൈത്രരഥം, വൈഭ്രാജകം എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുണ്ഠത്തിലത്തെ തോട്ടങ്ങൾ, ഉപവനങ്ങൾ, അതിൻ്റെ പേര് അല്ലേ. രാവണൻ്റെ അവിടെ പ്രമദാവനം എന്ന് പറഞ്ഞിട്ട് കാണാൻ രാമായണത്തിൽ ഒരുപാട് പ്രമദാവനം എന്ന് പറഞ്ഞിട്ട് വർണ്ണിക്കുകയാണ്. പേരല്ല കേട്ടോ, പൊതുവേ അങ്ങനത്തെ വനത്തിന് പറയുന്നൊരു പേരായിട്ട് അവിടേക്ക് അങ്ങനെ കാണണം രാമായണത്തിൽ നോക്കിയാൽ. എന്തായാലും ഇവിടെ ഈ നിശ്രേയസം എന്ന് പറഞ്ഞിട്ടുള്ള ഉപവനങ്ങൾ, ആ തോട്ടത്തിന് അതാണ് പേര്. മനോഹരമാണത്. ഇനി ഇതിലധികം മനോഹരമായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാനോ ഉണ്ടാക്കാനോ ഒരാൾക്കും സാധിക്കില്ല. അത്ര നല്ല പേര് പോലും പറയാനറിയാത്ത പുഷ്പങ്ങൾ, ചെമ്പകാശോകങ്ങളൊക്കെ ഉണ്ട്, അതല്ലാത്തതുണ്ട്. പേര് പറയാനറിയാത്ത പുഷ്പങ്ങളൊക്കെ നിറഞ്ഞ സുഗന്ധങ്ങൾ, വണ്ടുകൾ, പുഷ്പങ്ങൾ. ഒരു സ്വർഗ്ഗലോകമാണെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമൊന്നും പോരതിന്. അങ്ങനത്തെ ഒരു തോട്ടാണ് നിശ്രേയസം എന്ന് പറഞ്ഞിട്ടുള്ളത്. ശ്രേയസ കാനനദേർ അനേക വാപി മണിമന്ദിരേശ്ചാം. വാപി എന്ന് പറഞ്ഞാൽ കുളങ്ങൾ, തടാകങ്ങൾ, ജലാശയങ്ങൾ, തെളിഞ്ഞ ജലം, കറുത്ത നിറത്തിലുള്ള ജലം, ഒരു സ്പോട്ട് പോലും ഉണ്ടാവാത്ത അത്ര തെളിഞ്ഞ ജലമുള്ള നല്ല വെള്ളം, സ്ഫടികം പോലത്തെ വെള്ളമുള്ളതായ മണിമന്ദിരേശ്ച, രത്നവും മുത്ത് ഒക്കെ പതിച്ചതായിട്ടുള്ള രത്നങ്ങൾ പതിച്ച കെട്ടിടങ്ങൾ. എന്തൊക്കെ ഗൃഹങ്ങളാണ്, അന്തം വിടുന്നതാണ്. ഈ രത്നമൊക്കെ രാത്രിയും കൂടി ശോഭിക്കുക. അങ്ങനത്തെ രത്നാലങ്കൃതങ്ങളായിരിക്കുന്ന വൈകുണ്ഠല്ലേ. ദേവിയെ പറ്റി പറയുമ്പോൾ മണിദീപത്തിനെ വർണ്ണിക്കും. എന്തൊക്കെ രത്നങ്ങളാണ്, എന്തൊക്കെ മിന്നലുകൾ, എന്തൊക്കെ ശോഭകൾ, എന്തൊക്കെ അലങ്കാരങ്ങൾ. അതിനെയുണ്ടോ വാക്കൊണ്ട് വർണ്ണിച്ചാൽ എവിടെയെങ്കിലും എത്തണു. അനേകവാപി മണിമന്ദിരേശ്ച, നല്ല നല്ല സുന്ദര ഗൃഹങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള ഗൃഹങ്ങളാൽ നിറഞ്ഞതും. അനോപമം തം ഭവതോ നികേതം, വേറൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്തതായ, തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അനുപമിതം അല്ലേ. സാന്താനന്ദാവബോധാത്മകം അനുപമിതം, വേറൊന്നിനോട് കമ്പയർ ചെയ്യാൻ പറ്റാത്തതായ. ഇതേപോലെ ഒന്നുണ്ടെങ്കിലല്ലേ അതുപോലെ എന്ന് പറയാൻ പറ്റുള്ളൂ. അനോപമം തം ഭവതോ നികേതം, സർവേശ്വര ഗുരുവായൂരപ്പ അങ്ങയുടെ ആ നികേതം, അതിനോട് ഉപമിക്കാൻ പറ്റുന്നതായ മറ്റൊന്നില്ല. അനോപമം തം ഭവതോ നികേതം മുനീശ്വരാഹ പ്രാപു, ആ നികേതത്തിനെ മുനീശ്വരന്മാർ പ്രാപിച്ചു. ഒന്നങ്ങനെ വർണ്ണിച്ചതാണ് ഒരു ശ്ലോകത്തിൽ. മുനീശ്വരന്മാർ അതീതകക്ഷ്യ 6 മതിൽക്കെട്ടുകൾ കടന്നു. 7ാമത്തെ മതിൽക്കെട്ട് അതിൻ്റെ കടന്നാലേ ഭഗവാനെ കാണാൻ പറ്റൂ. 7 മതിൽക്കെട്ടുണ്ട്. മിക്കവാറും പണ്ട് ഈ രാജാക്കന്മാർക്കൊക്കെ അങ്ങനെയാണ്. അയോധ്യയിലെ ശരതനെ വർണ്ണിക്കുമ്പോൾ 7 മതിൽക്കെട്ടാണ്. ഒക്കെ ഓരോ തത്വം കൂടിയാണത്. കാമക്രോധാദികളെ കടന്നാലേ ഈശ്വരനെ കാണാൻ പറ്റൂ എന്നാവാം. ചിലർ വ്യാഖ്യാനിക്കണ വ്യാഖ്യാനമൊക്കെ എങ്ങനെ വേണമെങ്കിലും ആവാം. അബദ്ധമാവരുത് എന്നേ ഉള്ളൂ. താത്വികമായിട്ട് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്നതാണ്, അത് കുഴപ്പമില്ല. അപ്പോൾ ഈ കാമക്രോധാദി ലോഭമത മത്സര്യാദികളെ കടന്നാലേ പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. എന്താ പടിയാറ്? ഈ ഷഡ്ഭാവങ്ങളാണ്. ഇതാണ് കടന്നു. അതീത കക്ഷ്യ, ആ കക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതാത് തരത്തിലുള്ള മതിൽക്കെട്ടുകൾ, ആ കെട്ടുകളൊക്കെയാണ് കടന്ന് ആ മുനീശ്വരന്മാർ പ്രാപു അങ്ങയുടെ അടുത്തേക്ക്. അങ്ങനെ 6 മതിൽക്കെട്ട് വരേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് കടന്നിട്ടില്ല. ഒരു മതിലും കൂടി കടന്നാലേ ഉള്ളിലേക്ക് എത്താൻ പറ്റും. എങ്ങനത്തെ വൈകുണ്ഠാണ്? മനോജ്ഞനെ ശ്രേയസകാനന ദേ നിശ്രേയസം എന്ന് പറഞ്ഞു വരുന്ന കാനനങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന
അനവധി വാപി മണിമന്ദിരേച്ച, കുളങ്ങൾ, വാപി കുളം, കൂപം എന്ന് പറഞ്ഞാൽ കിണർ, വാപി എന്ന് പറഞ്ഞാൽ തടാകങ്ങൾ, ജലാശയങ്ങൾ, മനോഹരമായിട്ടുള്ള കണ്ണഞ്ചിക്കണ ശോഭയോട് കൂടിയിട്ടുള്ള മന്ദിരങ്ങൾ, പിന്നെ ഇങ്ങനെ തിളങ്ങുകയാണ് അതിങ്ങനെ കണ്ട് മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഭവതോ നികേതം, മുനീശ്വര ഭവതോ നികേതം പ്രാപു, ആ സനകാദികൾ അങ്ങയുടെ നികേതം വാസസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. 6 മതിൽ അവർ കടന്നു. അവിടെ നിന്ന് അവരെ ആരും തടഞ്ഞില്ല. മനോജ്ഞന് ജ്ഞേയസകാനന നൈശ്രേയസം എന്ന് പറയുന്ന കാനനാദേർ അനേകവാപി മണിമന്ദിരേച്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീത കക്ഷ്യ. ഒന്ന് അവരെത്തി എന്ന് പറഞ്ഞു. എങ്ങനത്തെ വൈകുണ്ഠം അതിനെ ഒന്ന് വർണ്ണിച്ചു രണ്ടാമത്തെ. ഇതാണ് ബാക്കി കാര്യം. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കഥാപി ദിവ്യാസനഗാതയസ്തേ ഭവദ്ബിലോകായ വികുണ്ഠലോകം പ്രപേതിരേ മാരുതമന്ദിരേശ മനോജ്ഞനൈശ്രേയസകാനനദേ അനേകവാപി മണിമന്ദിരേച്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രഭുരതീത കക്ഷ്യ. സുന്ദരമായിട്ടുള്ള വൃത്തങ്ങൾ, ശ്ലോകങ്ങൾ, നാരായണീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.